മധ്യപ്രദേശിലെ ഇൻഡോറിൽ രക്തസാക്ഷിത്വം വരിച്ച മലയാളി കന്യാസ്ത്രീ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ പറയുന്ന ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിനിമയുടെ മലയാളം പതിപ്പ് തിരുവനന്തപുരത്ത് പ്രത്യേക ക്ഷണിതാക്കളടങ്ങിയ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. ശ്രീ തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ ഷോ കാണാൻ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോ, എമരിറ്റസ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യം, വികാരി ജനറൽ ഫാദർ യൂജൻ എച്ച് പെരേര, വൈദികർ, സന്യസ്തർ, അൽമായർ, യുവജനങ്ങൾ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ സംവിധായകൻ ഷെയ്സൺ പി ഔസേപ്പും അണിയറ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. 7 വർഷമെടുത്താണ് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ബയോപിക്കായ ചിത്രം ബോംബെയിലെ ട്രൈലറ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ സാൻഡ്ര ഡിസൂസ റാണിയാണ് നിർമ്മിച്ചത്. ജയപാൽ അനന്തൻ തിരക്കഥയും ദേശീയ പുരസ്കാരം നേടിയ ക്യാമറാമാൻ മഹേഷ് ആനെ ഛായാഗ്രഹണവും നിർവഹിച്ചു. 100-ലേറെ മലയാള ചലച്ചിത്രങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ച രഞ്ജൻ എബ്രഹാമാണ് എഡിറ്റർ. കൈതപ്രത്തിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും പശ്ചാത്തല സംഗീതം നിർവഹിച്ചതും പ്രശസ്തനായ അൽഫോൺസ് ജോസഫാണ്. സിസ്റ്റർ റാണി മരിയയായി വിൻസി അലോഷ്യസ് വേഷമിട്ട ചിത്രത്തിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150ഓളം അഭിനേതാക്കൾ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്ന പൗലോസ് അപ്പസ്തോലന്റെ വചനം വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രേക്ഷകരിലെത്തിക്കാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചതായി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സിനിമ കണ്ട ശേഷം അഭിപ്രായപ്പെട്ടു. എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വചനമാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഒരർത്ഥത്തില് ഈ ഫിലിമിലുടനീളം ആ ഒരു സത്യം സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തിലൂടെ ഫിലിമിലുടനീളം അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊന്നും ഒരു സംശയമില്ലെന്ന് തോന്നുന്നു. ഒരു ക്രിസ്ത്യൻ മെസ്സേജ് ഇന്നത്തെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ സിനിമയിലൂടെ ആവിഷ്കരിക്കുക, അതൊരർത്ഥത്തിൽ വളരെയേറെ പേർക്ക് പ്രചോദനാത്മകമാണ്. നമുക്ക് ഈ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒന്നും കൂടി ഒരു ആവേശം പോലെയാണ് അനുഭവപ്പെട്ടത്. നിറ കണ്ണുകളോടെയാണ് എല്ലാവരും സിനിമ കണ്ടത്. റാണി മരിയ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച ക്രിസ്തു ദർശനം കാഴ്ചക്കാർക്ക് പകരാൻ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും സാധിച്ചുവെന്നതിന് തെളിവാണിത്. വിശുദ്ധി നിറഞ്ഞ ഈ ജീവിതകഥ സിനിമയാക്കാൻ 7 വർഷത്തെ പ്രയത്നമുണ്ടായിരുന്നുവെന്ന് സംവിധായകനും അണിയറ പ്രവർത്തകരും വെളിപ്പെടുത്തി. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന റാണി മരിയയുടെ ജീവിതം ഈ രൂപത്തിൽ കാണാനായതിന്റെ സന്തോഷം ഡോക്ടർ എൻ സൂസപാക്യം പിതാവ് പങ്കുവച്ചു. പലപ്പോഴും കണ്ണുകൾ ഈറനണിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, വളരെയധികം ഭക്തി വെച്ച് പുലർത്തുന്ന ഒരു വിശുദ്ധയാണ് ഈ റാണി മരിയ. എല്ലാ ദിവസവും ഞാൻ അവരോട് പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ പേരെടുത്തിയാൽ ഈ ഇന്നത്തെ ഈ സംരംഭങ്ങളിൽ, ഇന്നത്തെ സമൂഹത്തെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ ശുശ്രൂഷകർക്കെല്ലാം അവർ കൂടുതൽ ധാരാളം ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ കുറച്ച് നേരം 2 മണിക്കൂറോളം ഈ ഫിലിമിലൂടെ കാണുകയായിരുന്നു. എനിക്ക് ഇതിൻ്റെ കണ്ണു നിറഞ്ഞു പോയ അവസരങ്ങൾ ധാരാളമുണ്ട്. നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി പടപൊരുതുന്നതാണ് തിരുവനന്തപുരം അതിരൂപതയുടെ പ്രത്യേകതയെന്നും ഓഹി ദുരന്ത സമയത്തും സാധാരണ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഭരണകൂട സംവിധാനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്ന വേളകളിലും അതിരൂപത നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ലെന്നും ഇതുപോലൊരു പോരാട്ടമാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയതെന്ന് സംവിധായകൻ ഷെയ്സൺ പി ഔസേപ്പ് സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വ്യക്തമാക്കി. നീതിക്കും സഹോദരത്തിനു വേണ്ടി പടവരുന്നൊരു രൂപതയാണ്. ഓഖി ദുരന്തമുണ്ടായപ്പോഴും ജനങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സിസ്റ്റം അതെല്ലാം നുണയാണെന്ന് പറഞ്ഞപ്പോഴും ധീരമായിട്ട് പടപൊരുതിയ ആളുകളാണ് എൻ്റെ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന 2 പേര്. അതുപോലെ തന്നെ പടപൊരുതിയ സിസ്റ്റർ റാണി മരിയ. ഈ സിസ്റ്റർ റാണി മരിയയുടെ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് 17-ാം തീയതി, ഈ വരുന്ന 17-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്.
സിസ്റ്റർ റാണി മരിയയുടെ സന്ദേശം അവതരിക്കപ്പെടുമ്പോൾ അത് ഈ കാലത്തിന്റെ തന്നെ വലിയൊരു സന്ദേശമാണെന്ന് അതിരൂപത വികാരി ജനറൽ മോൺസന്യൂർ യൂജനസ് പെരേരെ അഭിപ്രായപ്പെട്ടു. വിശുദ്ധ ആകാൻ വഴിയിൽ നടക്കുന്ന റാണി മരിയ, സിസ്റ്റർ റാണി മരിയയുടെ സന്ദേശം ഇന്ന് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കാലത്തിന്റെ ഒരു വലിയ സന്ദേശമാണ്. നമ്മുടെ കാലം ഇത്തരം ഷൈസിനെ പോലെ പ്രഗത്ഭമായ ജീവിതം നയിക്കുന്ന ആളുകളെയൊക്കെ പൊതുരംഗത്ത് അവതരിപ്പിക്കുവാനുള്ള ഒരു പ്രചോദനം നമ്മുടെ ഇടയിൽ ഇരിക്കുന്നവർക്കും പുറമേ നിന്നുള്ളവർക്കും ഒക്കെ ആയിത്തീരട്ടെ ആശിക്കുകയാണ്. നവംബർ 17 സിനിമ തിയേറ്ററുകളിലെത്തുമ്പോൾ സിനിമയുടെ വിജയത്തിനായി ഏവരുടെയും സഹായ സഹകരണങ്ങൾ സംവിധായകൻ ശേഷൻ പി ഔസീബ് അഭ്യർത്ഥിച്ചു. ഒപ്പം പ്രിവ്യൂ പ്രദർശനത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയ തിരുവനന്തപുരം മീഡിയ കമ്മീഷൻ പ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തി. ഷെക്കിന ന്യൂസ്, തിരുവനന്തപുരം.